എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത രാത്രി ഷഹ്റസാദ് മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ കൈറോവിൽ സൂത്രശാലിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. 2 ഭർത്താക്കന്മാരെ പരസ്പരം അറിയാതെ വച്ചു പുലർത്താൻ അവൾക്കു കഴിഞ്ഞു. അവരുടെ തൊഴിൽ അതിനനുകൂലവുമായിരുന്നു. ഒന്നാമൻ്റെ പേര് ഹരാം. അവൻ ഒരു മോഷ്ടാവാണ്. രാത്രി അയാൾ ജോലിക്ക് പോകും, പകൽ വീട്ടിലിരിക്കും. രണ്ടാമത്തവൻ്റെ പേര് അഖീൽ. അവൻ ഒരു പോക്കറ്റടിക്കാരനാണ്. അയാൾക്ക് പകലേ പണിയുള്ളൂ, രാത്രി വീട്ടിലുണ്ടാകും. ഇങ്ങനെ 2 ഭർത്താക്കന്മാരും അന്യോന്യമറിയാതെ ഒരേ ഭാര്യയോടൊത്ത് 2 മാസം ജീവിച്ചു. ഒരു ദിവസം ഹരാമിന് അത്യാവശ്യമായി നഗരത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഏതാനും ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ദുഃഖത്തോടെ അയാളെ യാത്രയാക്കി. ഒരു സഞ്ചിയിൽ യാത്രയ്ക്കാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും തയ്യാറാക്കി കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോക്കറ്റടിക്കാരൻ അഖീൽ തനിക്കും ഒരു ദൂരയാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയോട് വിടവാങ്ങി. അയാൾക്കും അവൾ യാത്രക്കിടെ കഴിക്കാനുള്ള ആഹാരവും മറ്റും പൊതിഞ്ഞ് സഞ്ചിയിലാക്കി കൊടുത്തയച്ചു. ഇത്രയും നല്ല ഭാര്യയെ കിട്ടിയതിലുള്ള സന്തോഷത്തോടെ അയാൾ പോയി. അന്ന് വൈകുന്നേരം ഒരു നാൽക്കവലയിൽ വെച്ച് 2 പേരും കണ്ടുമുട്ടി. അവർ പരസ്പരം പരിചയപ്പെട്ടു. ഞാൻ കൈറോയിൽ നിന്ന് വരികയാണ്, ഹരാം പറഞ്ഞു. ഓഹോ, ഞാനും അവിടെ നിന്നാണല്ലോ എന്നായി അഖീൽ. 2 പേരും ഒരേ ദിക്കിലേക്കാണ് പോകുന്നതെന്നറിഞ്ഞ് സന്തോഷത്തോടെ അവർ യാത്ര തുടർന്നു. വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരിടത്തിരുന്നു. സഞ്ചിയിൽ നിന്ന് പൊതികൾ എടുത്തു. എൻ്റെ കയ്യിൽ റൊട്ടിയും പൊരിച്ച ആട്ടിറച്ചിയും ഈത്തപ്പഴവുമുണ്ട്, നമുക്കിത് പങ്കുവെക്കാം, ഹരാം പറഞ്ഞു. എൻ്റെ കയ്യിലും അതുതന്നെയാണുള്ളത്, അഖീൽ അത്ഭുതപ്പെട്ടു. അതിലും അത്ഭുതകരമായിരുന്നു പൊരിച്ച ആട്ടിറച്ചിയുടെ കാര്യം. ഒരു കാൽ നേരെ 2ആയി മുറിച്ചതാണ് ഓരോ പൊതിയിലും. 2ഉം ഒന്നിച്ചു ചേർത്താൽ ശരിക്കും ഒരു ആട്ടിൻകാലായി. അല്ലാ, ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഹരാം ചോദിച്ചു. എൻ്റെ ഭാര്യ വാങ്ങിക്കൊണ്ടുവന്നതാണ് എന്നായി അഖീൽ. നിങ്ങളുടേതോ? എൻ്റെ ഭാര്യ പൊരിച്ചു തന്നതാണ്. ഒരുപക്ഷെ 2 പേരും ഒരേ കശാപ്പുകാരിൽ നിന്ന് വാങ്ങിയതായിരിക്കും. നിങ്ങൾ കൈറോയിൽ എവിടെയാണ് താമസിക്കുന്നത്? വിക്ടറി ഗേറ്റിനടുത്ത്. ഞാനും അവിടെ തന്നെ. തുടർന്ന് ചോദ്യോത്തരങ്ങളിലൂടെ 2 പേരും ഒരേ വീട്ടിൽ ഒരേ കിടക്ക പങ്കിടുന്നവരാണെന്ന് മനസ്സിലായി. എന്നാലും ആ സ്ത്രീ നമ്മെ പറ്റിച്ചു കളഞ്ഞല്ലോ. വരട്ടെ, നമുക്കവളെ തൊണ്ടി സഹിതം പിടികൂടണം എന്ന് പറഞ്ഞ് 2 പേരും ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങി. വാതിൽ തുറന്ന ഭാര്യ 2 ഭർത്താക്കന്മാരും മുന്നിൽ നിൽക്കുന്നത് കണ്ട് അമ്പരന്നു. രഹസ്യം പുറത്തായെന്ന് അവൾക്ക് മനസ്സിലായി. പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഏതു പുരുഷനും അടിയറവ് പറയുമെന്നറിയാവുന്നതിനാൽ അവൾ കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. 2 പേർക്കും അവളോട് സ്നേഹമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരുമായിരുന്നു. അതുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പാതിവ്രത്യത്തെക്കുറിച്ച് നീണ്ട ഉപദേശം നൽകി. മതവിശ്വാസത്തിനെതിരായ ദുർനടപടികളിൽ നിന്ന് പിന്തിരിയണമെന്നും 2ൽ ഒരാളെ ഉടൻ തെരഞ്ഞെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അവൾ കുറേ നേരം ആലോചിച്ചു. ആരെയാണ് കൊള്ളേണ്ടത്, ആരെയാണ് തള്ളേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. 2 പേരും മിടുക്കന്മാരാണ്. 2 പേരോടും അവൾക്ക് സ്നേഹമുണ്ട്. അവൾ പറഞ്ഞു, എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. നിങ്ങൾ 2 പേരും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. 2 പേരുടെയും തൊഴിലിനോട് നീതി പുലർത്തുന്നു. ഒരാൾ പകൽ പോക്കറ്റടിക്കുന്നു,
മറ്റേയാൾ രാത്രി മോഷ്ടിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത മോഷണത്തിൽ അല്ലെങ്കിൽ പോക്കറ്റടിയിൽ ആരാണ് കൂടുതൽ മിടുക്കു കാണിക്കുന്നത് അയാളെ ഞാൻ സ്വീകരിക്കാം. 2 പുരുഷന്മാരും അതിനോട് യോജിച്ചു. നറുക്കെടുത്തപ്പോൾ ആദ്യത്തെ ഊഴം അഖിലിന് കൈവന്നു. 2 പേരും ചന്തയിൽ പോയി. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ജൂതനെ ചൂണ്ടിക്കാണിച്ച് അഖിൽ പറഞ്ഞു, അയാൾ ഇപ്പോൾ ഓരോ കടയിലും കയറി പണം പിരിച്ചു വരുന്നതിനിടയ്ക്ക് അയാളുടെ പണസഞ്ചി ഞാൻ തട്ടിയെടുക്കും. അഖിൽ ജൂതന്റെ പിന്നാലെ പോയി. ആൾത്തിരക്കിൽ അയാളുടെ പണസഞ്ചി പോക്കറ്റടിച്ചു. ഹരാം സ്നേഹിതന്റെ കഴിവിനെ പ്രശംസിച്ചു. സമർത്ഥൻ. ഒരു ജൂതന്റെ പണസഞ്ചി അയാൾ ജീവിച്ചിരിക്കെ തട്ടിയെടുക്കാൻ എന്നെക്കൊണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, അഖിൽ പറഞ്ഞു. ജൂതൻ പോലീസിൽ പരാതിപ്പെടും. പിടിക്കപ്പെട്ടാൽ എനിക്കിത് നഷ്ടമാവും. അതുകൊണ്ട് നിയമപരമായി ഈ പണം എന്റേതാകണം എന്ന് പറഞ്ഞ് ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ചെന്ന് സഞ്ചി തുറന്ന് അതിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ എണ്ണി നോക്കി. അതിൽ നിന്ന് 10 എണ്ണം എടുത്തു മാറ്റി. പകരം ഒരു ചെമ്പുമോതിരമിട്ട് സഞ്ചി മുറുക്കി കെട്ടി ദൈവം പോലും അറിയാതെ ജൂതന്റെ കീശയിൽ നിക്ഷേപിച്ചു. ജൂതൻ 5-6 അടി നടന്നപ്പോൾ അഖിൽ 3ാമതും അയാളുടെ അടുത്ത് ചെന്നു. ഇത്തവണ നേരെ മുന്നിൽ ചെന്നു നിന്ന് അയാളുടെ കൈക്ക് കടന്നു പിടിച്ച് ഉറക്കെ വിളിച്ചു കൂവി, കള്ളത്തെമ്മാടി, നിനക്കിത് പതിവാണല്ലേ? എന്റെ സഞ്ചി ഇങ്ങുതാ, അല്ലെങ്കിൽ നമുക്ക് ന്യായാധിപന്റെ അടുത്ത് പോകാം. ഏതോ ഒരു അപരിചിതന്റെ ഈ ധാർഷ്ട്യം കണ്ട് ജൂതൻ അമ്പരന്നു. ഐസക്കിന്റെയും അബ്രഹാമിന്റെയും ജേക്കബിന്റെയും നാമത്തിൽ അയാൾ തെറ്റിദ്ധരിച്ചതാണെന്ന് ആണയിട്ടു. പോക്കറ്റടിക്കാരൻ ചന്ത മുഴുക്കെ കേൾക്കുമാറ് ഉച്ചത്തിൽ ജൂതവംശത്തെയാകെ ചീത്ത പറഞ്ഞു. വാ, നടക്ക്, നമുക്ക് ന്യായാധിപന്റെ അടുത്ത് പോകാം. കൂക്കി വിളിച്ച ആൾക്കൂട്ടത്തിനിടയിലൂടെ വലിച്ചിഴച്ച് വൃദ്ധനെ ന്യായാധിപന്റെ മുമ്പാകെ ഹാജരാക്കി. എന്താണ് പരാതി? ന്യായാധിപൻ ചോദിച്ചു. അഖിൽ പറഞ്ഞു, യജമാനെ, ഈ കിഴവൻ പെരും കള്ളനാണ്. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ നിറച്ച സഞ്ചി ഇവൻ മോഷ്ടിച്ചു. കള്ളമാണ് യജമാനെ, പച്ചക്കള്ളം, ജൂതൻ നിലവിളിച്ചു. ഞാൻ ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ചന്തയിൽ വെച്ച് ഇയാൾ എന്നെ അപമാനിച്ചു. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഓ, ഒരു ജൂതന്റെ മാനം. യജമാനെ, ഇവന്റെ ദേഹപരിശോധന നടത്തിയാൽ എന്റെ പണസഞ്ചി കണ്ടെടുക്കാം, അഖിൽ പറഞ്ഞു. പണസഞ്ചി കണ്ടെടുത്തപ്പോൾ അത് തന്റേതാണെന്ന് ജൂതനും അല്ല തനിക്കുള്ളതാണെന്ന് അഖിലും അവകാശപ്പെട്ടു. ബഹളമുണ്ടാക്കരുത്, ന്യായാധിപൻ പറഞ്ഞു. ഇതാരുടേതാണെന്ന് ഞാൻ തീർച്ചയാക്കാം. ഇതിൽ എത്ര പണമുണ്ടെന്ന് ഓരോരുത്തരും പറയട്ടെ. 500 സ്വർണ്ണ നാണയമുണ്ട് യജമാനെ, ജൂതൻ പറഞ്ഞു. കള്ളം, എന്റെ സഞ്ചിയിൽ 490 സ്വർണ്ണ നാണയമുണ്ട്. എന്റെ പേരുകുത്തിയ ഒരു ചെമ്പുമോതിരവും അതിൽ കാണും. മോതിരം ഇവൻ മാറ്റിക്കളഞ്ഞോ എന്നറിഞ്ഞുകൂടാ. ന്യായാധിപൻ സാക്ഷികളുടെ മുന്നിൽ വെച്ച് സഞ്ചി തുറന്ന് എണ്ണി നോക്കി. അഖിൽ പറഞ്ഞതുപോലെ 490 സ്വർണ്ണ നാണയങ്ങളും ഒരു ചെമ്പുമോതിരവും കണ്ട് അത് അഖിലിൻ്റെതാണെന്ന് വിധിച്ചു. മോഷ്ടാവായ ജൂതന് 100 അടി ശിക്ഷയും കിട്ടി. അടുത്ത ഊഴം തനിക്കായതുകൊണ്ട് അന്നു രാത്രി സുൽത്താന്റെ കൊട്ടാരത്തിനടുത്ത് വെച്ച് കാണാമെന്ന് ഹരാം പറഞ്ഞു. നിശ്ചിത സമയത്ത് വെച്ച് അവർ സന്ധിച്ചു. ഇത്തവണ സുൽത്താനാണ് എന്റെ ഇര, നിങ്ങൾ സാക്ഷിയും എന്ന് അഖിലിനോട് പറഞ്ഞ് ഹരാം ഒരു കയറേണി കോട്ടമതിലിന് മുകളിലേക്ക് എറിഞ്ഞു. അതുവഴി 2 പേരും അകത്ത് കടന്നു. വെറുമൊരു പോക്കറ്റടിക്കാരൻ മാത്രമായ അഖിൽ സ്നേഹിതന്റെ ധൈര്യം കണ്ട് ഭയപ്പെട്ടെങ്കിലും ജിജ്ഞാസ കാരണം കൂടെ പോയി. അനേകം ഇടനാഴികൾ കടന്ന് സുൽത്താന്റെ കിടപ്പറയിൽ അവരെത്തി. ഒരു തിരശ്ശീല മാറ്റി ഉറങ്ങിക്കിടന്ന സുൽത്താനെ ഹരാം കാട്ടിക്കൊടുത്തു. അടുത്ത് ഒരു പയ്യൻ ഉറക്കം തൂങ്ങിക്കൊണ്ട് സുൽത്താന്റെ കാല് തിരുമുന്നുണ്ടായിരുന്നു.
അഖിൽ ഭയന്നു വിറച്ചു. ഹരാം അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. പേടിക്കണ്ട, ഈ കർട്ടൻ മറഞ്ഞു നിന്നാൽ മതി. എന്നിട്ട് അവൻ പതുങ്ങിച്ചെന്ന് ഒച്ചയുണ്ടാക്കാതെ പയ്യന്റെ വായിൽ തുണി കുത്തിക്കയറ്റി കൈകാലുകൾ ബന്ധിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തി. എന്നിട്ട് കട്ടിലിരുന്ന് സുൽത്താന്റെ കാല് തിരുമ്മി തുടങ്ങി. തിരുമ്മലിന്റെ ശക്തി കൊണ്ട് സുൽത്താൻ ഉണർന്നു. ഹരാം പയ്യന്റെ ശബ്ദം അനുകരിച്ച് പറഞ്ഞു, തിരുമനസ്സേ, അവിടത്തേക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ അടിയൻ ഒരു കഥ പറയാം. എങ്കിൽ പറയൂ, സുൽത്താൻ കൽപ്പിച്ചു. ഹരാം പറഞ്ഞു തുടങ്ങി. ഒരിടത്ത് ഹരാം എന്നു പേരുള്ള ഒരു മോഷ്ടാവും അഖിൽ എന്നു പേരുള്ള ഒരു പോക്കറ്റടിക്കാരനും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും പേര് പറയാതെ ആ നിമിഷം വരെ നടന്നതെല്ലാം അവൻ വിവരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവരിൽ ആരാണ് തിരുമേനി സമർത്ഥൻ? കൊട്ടാരത്തിൽ കടന്ന കള്ളൻ തന്നെ, രാജാവ് പറഞ്ഞു. മൂത്രമൊഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കള്ളൻ മെല്ലെ അവിടെ നിന്ന് മാറി കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി. വന്ന വഴിയെ തന്നെ മതിലിന് പുറത്തു ചാടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ തന്റെ ബാല്യക്കാരൻ പയ്യനെ കാണാതെ രാജാവ് എല്ലായിടത്തും അന്വേഷിച്ചു. ബന്ധനസ്ഥനായ നിലയിൽ ഒരു മൂലയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. കള്ളന്റെ പേരിൽ അദ്ദേഹത്തിന് കോപമല്ല, അവന്റെ സാമർത്ഥ്യത്തിൽ അത്ഭുതമാണ് തോന്നിയത്. അവന് മാപ്പ് കൊടുത്തതായും കൊട്ടാരത്തിൽ ഹാജരായാൽ പ്രത്യേകം സമ്മാനമുണ്ടെന്നും ദൂതന്മാർ മുഖേന പരസ്യപ്പെടുത്തി. ഹരാം രാജാവിനെ കണ്ടു വണങ്ങി. രാജാവ് അവന്റെ ധൈര്യത്തെ പ്രശംസിച്ചു. അവനെ അവിടത്തെ പോലീസിന്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ യുവതി അവനെ മാത്രം ഭർത്താവായി സ്വീകരിച്ചു. ശേഷിച്ച കാലം അവർ സുഖമായി ജീവിച്ചു.